കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്ത മാറ്റമില്ലാത്ത നമ്മുടെ പരിശുദ്ധ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ആദരണീയരായ കർത്താവിന്റെ ദാസന്മാർക്കും വാത്സല്യ ദൈവജനത്തിനും ക്രിസ്തുവേശുവിൽ ഉള്ള വന്ദനങ്ങളെ ആദരവോടെ അറിയിക്കട്ടെ. ഒരു നാൾ കൂടെ എബ്രായ ലേഖന പഠനത്തിനായി ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടിവരുത്തി. ഈ പ്രത്യേക സമയ ക്രമീകരണത്തിലും നിങ്ങളുടെ സഹകരണം വളരെ അഭിനന്ദനാർഹമാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണല്ലോ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. നാം കണ്ടു, അത് പിതാവായ ദൈവത്തെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പരാമർശിക്കുകയാണ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. പിതാവായ ദൈവത്തെക്കുറിച്ചാണ് അത്. സ്തോത്രം. അവിടെ നാം കാണുന്നത്, ഈ പിതാവായ ദൈവം ചില ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നു. നാം അതേക്കുറിച്ച് 2 പ്രധാന ഒരുക്കങ്ങൾ തൻ്റെ പുത്രന്മാർക്കായി ചെയ്തത് കണ്ടു കഴിഞ്ഞു. അതിൽ ഒന്ന് തേജസ്സിന്റെ കർത്താവായ യേശു, 2 നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന തേജസ്. ഇങ്ങനെ നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരുക്കത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽക്ക് ഉള്ള വാക്യങ്ങളിൽ നിന്നാണ് തേജസ്സിന്റെ കർത്താവായ യേശുവിനെ നമ്മുടെ തേജസ്സിനായി ദൈവം സകല സൃഷ്ടികൾക്കും മുമ്പേ മുന്നൊരുക്കി എന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേ വിഷയം തന്നെയാണ് നാം ഇപ്പോൾ പഠിക്കുന്ന എബ്രായർ 2-10. അതിനവിടെ കാണുന്നത്, നമ്മുടെ രക്ഷാനായകനായ യേശു ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന് യുക്തമായിരുന്നു. സ്തോത്രം. ദൈവം പദ്ധതിയിട്ടത്, ഏറ്റവും ആദ്യം പദ്ധതിയിട്ടത് നമ്മുടെ തേജസ്സിന് വേണ്ടിയാണ്. God's primary purpose was our glory. Stotram. But to achieve that primary purpose, he also appointed Jesus Christ to be crushed, to make him perfect through suffering. കഷ്ടാനുഭവങ്ങളാൽ യേശുക്രിസ്തുവിനെ തികഞ്ഞവനാക്കുന്നത്, തകർത്ത് കളയുന്നത് നമ്മുടെ തേജസ് എന്ന പ്രാഥമിക ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി ദൈവം മുന്നൊരുക്കി. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്, യഹൂദന്മാർക്ക് കഷ്ടമനുഭവിക്കുന്ന, ഉപദ്രവിക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന ഒരു മശിഹായെ അംഗീകരിപ്പാൻ സാധ്യമല്ല. മശിഹായെക്കുറിച്ചുള്ള അവരുടെ വികലമായ ചിന്താഗതി അങ്ങനെയായിരുന്നു.
perverted thought about the Messiah the Jewish people were having was never ever to accept a Messiah who would be killed or removed or will be humbled and humiliated. താഴ്ച വന്ന താഴ്മയുള്ള ഒരു മശിഹായെ യഹൂദന് ഒരു തരത്തിലും ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നില്ല. അത് അവരുടെ വികലമായ ചിന്താഗതിയായിരുന്നു, പക്ഷേ അത് അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കണ്ടത് യേശുക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളിലൂടെ കാണുന്നത് യഹൂദൻ ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എതിർക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ ജയിക്കുന്നവനായി പുറപ്പെട്ട് കാണുന്നതിനാൽ കണ്ണുമടച്ച യഹൂദൻ അവനെ വിശ്വസിക്കും, അവനാണ് മശിഹ എന്ന് കരുതും. പക്ഷേ അങ്ങനെ വികലമായ ഒരു ചിന്താഗതിയിലൂടെ കടന്നുപോയ യഹൂദന്മാരെ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ പിന്മാറ്റത്തിലേക്ക് പോയ യഹൂദ ക്രിസ്ത്യാനികളെ ക്രിസ്തുവിലേക്ക് മടക്കി വരുത്തുന്നതിന് ക്രിസ്തു മാഹാത്മ്യ ഘോഷണമാണ് എബ്രായ ലേഖനത്തിൽ നാം കാണുന്നത്. ഈ വാക്യത്തിൽ നാം അതാണ് കണ്ടത്. യേശുക്രിസ്തുവിൻ്റെ താഴ്ചയും ഉയർച്ചയും നമുക്ക് ഒരുപോലെ തന്നെ കാണാം. 9-ാമത്തെ വാക്യത്തിലും നാം കാണുന്നുണ്ടത്. ദൂതന്മാരെക്കാൾ അല്പം മാത്രം, അല്പകാലത്തേക്ക് മാത്രം താഴ്ച വന്നവനായ യേശു. എന്നാൽ അതേ യേശുവിനെ തൊട്ടടുത്ത ഭാഗത്ത് ചിത്രീകരിക്കുന്നു. ബഹുമാനവും മഹത്വവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. ദൂതന്മാരെക്കാൾ അല്പം മാത്രം, അല്പകാലത്തേക്ക് മാത്രം താഴ്ച വന്നവനായ യേശു. അത് എടുത്തു പറയുന്നു, അല്പകാലത്തേക്ക്, ബട്ട് ഫോർ എ വൈൽ. മലയാളത്തിൽ ആ പ്രയോഗം കാണുന്നില്ലെങ്കിൽ കൂടെ കുറച്ചു കാലത്തേക്ക് മാത്രമെന്ന് എടുത്തു പറയും. സ്തോത്രം. കുറച്ചു കാലത്തേക്ക് മാത്രം. താഴ്ച വന്ന അവസ്ഥ സദാകാലത്തേക്കുമല്ല. എന്നാൽ the effect of that humility and humiliation, the effect of the result of Jesus' humility and humiliation is but forever. സ്തോത്രം. യേശുവിൻ്റെ താഴ്ചയും താഴ്മയും സദാകാലത്തേക്കുമായിരുന്നില്ല, അല്പകാലത്തേക്ക്. എന്നാൽ ആ അല്പകാലത്തേക്ക് താഴ്ച ഭവിച്ചവനായ യേശുക്രിസ്തു അതുനിമിത്തം നേടിയെടുത്ത ആ ഫലം എന്ന് പറയുന്നത്, നേട്ടം എന്ന് പറയുന്നത് സദാകാലത്തേക്കുമായിരുന്നു, എന്നേക്കും എക്കാലത്തേക്കുമായിരുന്നു. സ്തോത്രം. 9-ാമത്തെയും 10-ാമത്തെയും വാക്യങ്ങളിൽ നാം അതാണ് കാണുന്നത്. ആവർത്തിച്ചോട്ടെ. യേശു ദൂതന്മാരെക്കാൾ താഴ്ന്നവനായി വന്നത് കുറച്ചു കാലത്തേക്ക് മാത്രം. മനുഷ്യനായി യേശു ഭൂമിയിൽ ജീവിച്ചത് കുറച്ചു കാലത്തേക്ക് മാത്രം. കഷ്ടമനുഭവിച്ചത് കുറച്ചു കാലത്തേക്ക് മാത്രം. സ്തോത്രം.
അനുസരണമുള്ളവനായി തീർന്നത് കുറച്ചു കാലത്തേക്ക് മാത്രം. ബാക്കി കാലത്ത് അനുസരണ ഇല്ലായിരുന്നു എന്നല്ല, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലാണല്ലോ പിതാവിനോടുള്ള യേശുക്രിസ്തുവിന്റെ അനുസരണം ഏറ്റവും അധികം വെളിപ്പെടുന്നത്. ആ ഭാഗമാണ് പറഞ്ഞത്. മരണാധീനനായി തീർന്നത് ഇതെല്ലാം അല്പകാലത്തേക്ക് മാത്രം. എന്നാൽ ഈ അല്പകാലത്തെ താഴ്ചയിലൂടെ, അല്പകാലത്തെ മനുഷ്യത്വത്തിന്റെ പരിമിതികളിലൂടെ, കഷ്ടാനുഭവങ്ങളിലൂടെ, ക്രൂശ് മരണത്തിലൂടെ ഒക്കെ യേശുക്രിസ്തു നേടിയെടുത്ത ഫലം, സ്തോത്രം, അത് എക്കാലത്തേക്കാണ്? എത്ര കാലത്തേക്കാണ്? forever. Forever. Praise God. Forever. സദാകാലത്തേക്കുമാണ്. സ്തോത്രം, സദാകാലത്തേക്കും. അത് നാം 9-ാമത്തെ വാക്യത്തിൽ വായിച്ചു. ആ യേശുവിനെ നമ്മൾ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. 10-ാമത്തെ വാക്യത്തിൽ നാം അതേപ്പറ്റി കാണുന്നു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അപ്പോൾ അനേകം മനുഷ്യരുടെ തേജസ്കരണം കുറച്ചു കാലത്തേക്കേ ഉള്ളോ? അല്ല, സദാകാലത്തേക്കും. 2, 10-ാം വാക്യത്തിൽ നാം വീണ്ടും കാണുന്നത് യേശുവിനെ രക്ഷാനായകനായിട്ട് ഉയർത്തി. അതും അല്പകാലത്തേക്കല്ല, സദാകാലത്തേക്കുമാണ്. സ്തോത്രം, സദാകാലത്തേക്കുമാണ്. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചത് കുറച്ചു കാലത്തേക്ക്, താഴ്ച ഭവിച്ചത് കുറച്ചു കാലത്തേക്ക്, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താണത് കുറച്ചു കാലത്തേക്ക്. എന്നാൽ അത് നിമിത്തം മനുഷ്യകുലത്തിന് വേണ്ടി നേടിയെടുത്ത നേട്ടം, കൈവരിച്ച ശ്രേഷ്ഠത, അത് സദാകാലത്തേക്കും. സ്തോത്രം. അതാണ് നാം 9-10 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതുവരെ നാം പഠിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒന്നും ഇല്ല എന്ന് കരുതട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് 10-ാമത്തെ വാക്യം വായിക്കാമല്ലോ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. സ്തോത്രം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ പിതാവായ ദൈവം. നാം അതേപ്പറ്റി കണ്ടു. സകലവും ദൈവത്തിന് വേണ്ടി. റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നിന്നും, കൊലോസ് ലേഖനത്തിൽ നിന്നും, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്നും ഒക്കെ നാം അതിൻ്റെ അർത്ഥം കാണുകയുണ്ടായി. സ്തോത്രം. എല്ലാം ചെയ്യുന്നത് ദൈവം. എല്ലാറ്റിൻ്റെയും കാരണഭൂതനെന്ന് നാം കാണുന്നു. സ്തോത്രം. സകലത്തിൻ്റെയും ഉത്ഭവം ദൈവത്തിൽ നിന്ന്. സ്തോത്രം. സകലവും ദൈവത്തിങ്കലേക്ക്, എല്ലാം ദൈവത്തിനു വേണ്ടി. സ്തോത്രം. ദൈവം ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയാണെന്ന് നാം മനസ്സിലാക്കുക.
അതാണ് ദൈവത്തിന് വേണ്ടി. All things for God, from God. സ്തോത്രം. അപ്പോ ആ പിതാവായ ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ആ പിതാവായ ദൈവത്തെ. എന്താണ് ദൈവം ചെയ്യുന്നത്? എന്താണ് ദൈവം ചെയ്യുവാൻ? ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ്, ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്താണ്? സ്തോത്രം. പറഞ്ഞാട്ടെ, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. bringing many sons to glory. Praise God. Bringing many sons to glory. ദൈവം സകല സൃഷ്ടിക്കും മുമ്പേ പദ്ധതിയിട്ട കാര്യമാണിത്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. സ്തോത്രം. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. God's ultimate purpose is our glorification. നമ്മുടെ തേജസ്കരണമാണ് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ദൈവം ചെയ്തത് മുഴുവനും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചെയ്തതുൾപ്പെടെ ദൈവം ചെയ്തതെല്ലാം നമ്മുടെ തേജസ്കരണത്തിന് വേണ്ടിയായിരുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. സ്തോത്രം. എന്തുമാത്രം നമുക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. നാം ഇല്ലാതിരുന്ന ഒരു കാലത്ത്, മനുഷ്യരാരും സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പേ നമ്മെ സൃഷ്ടി ചെയ്ത പൊടി ദൈവം എടുത്ത ഭൂമിയും ഈ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പേ ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്നത് എത്ര സന്തോഷകരമായ കാര്യമാണ്. നമുക്കത് ഗ്രഹിക്കാനായിട്ട് അപ്രമേയത്വമുള്ള സംഗതിയാണ്. നമുക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള കാര്യമാണ്. ഈ സൃഷ്ടിയുടെ യാതൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, സ്തോത്രം, ദൈവത്തിൻ്റെ മനസ്സിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. അതും എങ്ങനെ? തേജസ് അണിഞ്ഞവരായി, തേജസ് ഉടുത്തവരായി. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ തേജസ്കരണമാണ്. God is driving everything to our glorification. ദൈവം സകലത്തെയും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ തേജസ്കരണം എന്ന വിഷയത്തിലേക്കാണ്. സ്തോത്രം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണെങ്കിലും നമുക്കേവർക്കും മനഃപ്പാഠമായ വാക്യമാണെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ ബാക്കി അറിയാമല്ലോ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സ്തോത്രം. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമുക്ക് റെഫറൻസും അറിയാമായിരിക്കും. വളരെയധികം മനഃപ്പാഠമായ വാക്യമാണത്. Romans 8:28. യെസ്, റോമൻസ് 8:28. ഇനി ഒന്ന് വായിച്ചു ആനി സിസ്റ്ററെ. യു ക്യാൻ റീഡ് ഇറ്റ്. And we know that for those who love God, all things work together for good, for those who are called according to his purpose. സ്തോത്രം. രണ്ട് കൂട്ടരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷേ രണ്ട് വിശേഷണങ്ങളും ഒരു കൂട്ടറിൽ ആണ് അത് കാണുന്നത്. There are two specialities, but in a single group of people or a single person. ഒന്ന്, he loves God. രണ്ട്, Those who are called. those who are called, halfway ആയുള്ളൂ. According to his plan and purpose. Yeah. Those who are called according to his purpose. ദൈവം പ്രവർത്തിക്കുന്നത് ഈ രണ്ട് വിഭാഗക്കാർക്ക് വേണ്ടിയാണ്. ഈ രണ്ട് വിഭാഗമെന്ന് പറയുമ്പോൾ വേറെ വേറെ വിഭാഗങ്ങളല്ല, ഒരേ വിഭാഗത്തിൻ്റെ, ഒരേ സംഘത്തിൻ്റെ രണ്ട് വിശേഷതകൾ മാത്രം. ഒന്ന്, അവർ ദൈവത്തെ സ്നേഹിക്കുന്നു. They love God. രണ്ട്, God has called them for a purpose. നിർണയപ്രകാരം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വിശേഷപ്പെട്ട പദ്ധതി പ്രകാരം ദൈവം അവരെ വിളിച്ചുമിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിൻ്റെ വിശേഷ ഉദ്ദേശപ്രകാരം പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവരും, ഇത് രണ്ടും ഒരു കൂട്ടര് തന്നെയാണ്. അവർക്ക് വേണ്ടി ദൈവം എന്താ ചെയ്യുന്നത്? സ്തോത്രം. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന, ചരിത്രത്തിൽ സംഭവിക്കുന്ന സകലത്തെയും ദൈവം വന്നാട്ടെ പറഞ്ഞാട്ടെ. Works for their good. together for good. സ്തോത്രം. Works everything together for their good. അവരുടെ നന്മയ്ക്കായി സകലത്തെയും ഒരുമിച്ച് കൂടി വ്യാപരിക്കുന്നു. എന്ത് സംഭവിച്ചാലും സ്തോത്രം. നമ്മൾ തന്നെ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ തന്നെ ഈ വാക്യങ്ങൾ എടുത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം. ഇവിടെ പറയുന്ന നന്മ എന്ന് പറയുന്നത് എന്താ? What is good mentioned over here? What does it mean? Conform to the image of his son. Praise God. Next verse is the answer. 29. 29ാമത്തെ വാക്യത്തിൽ ഉത്തരവുണ്ട്. For those whom he foreknew, he also predestined to be conformed to the image of his son, in order that he might be the firstborn among many brothers. Praise God.
28-ാം വാക്യത്തിൽ പറയുന്ന നന്മ 29-ാമത്തെ വാക്യത്തിൽ ഡിഫൈൻ ചെയ്ത് നിർവചിച്ച് കാണപ്പെടുന്നു. എന്താണ്? തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക. That we might be conformed to the image of the Son of God. ദൈവപുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായിത്തീരുക. 30-ാം വാക്യത്തിൽ വീണ്ടും അതേ വിഷയത്തെ ആവർത്തിച്ചു പറയുന്നുണ്ട്. വേഴ്സ് 30, 30-ാം വാക്യം. And those whom he predestined, he also called. And those whom he called, he also justified. And those whom he justified, he also glorified. സ്തോത്രം. അവിടെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാവുക എന്നതിൻ്റെ അർത്ഥം നമുക്ക് കാണാം. എന്താണ്? The final stage is our Glorification. glorification. Our glorification. സ്തോത്രം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ തേജസ്കരിക്കപ്പെടുക എന്നത് തന്നെയാണ് അർത്ഥം. പക്ഷേ ആർക്കാണിത്? എബ്രായർ 2:10 അനുസരിച്ച് പുത്രന്മാർക്കാണ് ഇത് ലഭിക്കുക. പുത്രന്മാർക്ക്. ആരുടെ പുത്രന്മാർക്ക്? ദൈവത്തിന്റെ പുത്രന്മാർക്ക്. സ്തോത്രം. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള റോമാലേഖനം 8-ാം അധ്യായം 20-ാമത്തെ വാക്യവും കൂടെ നമുക്ക് വീണ്ടും നോക്കാം. റോമൻസ് 8:20. For the creation was subjected to futility, not willingly, but because of him who subjected it, in hope that the creation itself will be set free from its bondage to corruption and obtain the freedom of the glory of the children of God. The creation is groaning, waiting, anticipating. What for? For the manifestation of the children of God in glory. സ്തോത്രം. ദൈവപുത്രന്മാരുടെ തേജസ്സിലെ പ്രത്യക്ഷതയ്ക്കായി സകല സൃഷ്ടിയും ഈറ്റുനോവോടിരിക്കുന്നു എന്നാണ് നാം ഈ വാക്യത്തിൽ വായിച്ചത്. സ്തോത്രം. For even the whole creation, all nature, waits expectantly and longs earnestly for God's sons to be made known. Verse number 19. സ്തോത്രം. 19-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നു. ആ വേർഷനിൽ എങ്ങനെയാ സിസ്റ്ററെ? For the creation waits with eager longing for the revealing of the sons of God. സ്തോത്രം. For the revealing of, otherwise for the revelation of the sons of God. സ്തോത്രം. Sons of God to be made known, waits for the revealing and
the disclosing of their sonship. What is our sonship? എന്തുവാ നമ്മുടെ പുത്രത്വം? ഇവിടെ 19-ാമത്തെ വാക്യത്തിൽ റോമർ 8:19 നമ്മൾ വായിച്ചു, സകല സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ തേജസ്സിലെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നു. അതിനെ മറ്റൊരു ഭാഷയിൽ ഇപ്പൊ നമ്മൾ വായിച്ച വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയാം, സകല സൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവപുത്രന്മാരുടെ പുത്രത്വ സ്വീകരണത്തിനായി. നമ്മള് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരുന്ന ഒരു പദപ്രയോഗമാണ് നിയുക്ത മുഖ്യമന്ത്രി, നിയുക്ത പ്രപ്പോസ്ഡ്, നിയുക്ത MLAs, നിയുക്ത മന്ത്രി, നിയുക്ത. ഇന്നലെ ഞങ്ങൾ ഒരു വിവാഹ നിശ്ചയത്തിൽ സംബന്ധിച്ച് ഇന്നലെ അവിടെ മണവാളനും മണവാട്ടിയും, അല്ല ചെറുക്കനും പെണ്ണും എന്ന് പറയാം, അവരെ എല്ലാവരും സംബോധന ചെയ്തത് നിയുക്ത വധൂവരന്മാരെന്ന. കല്യാണത്തിനാണെങ്കിൽ അവരെ വിളിക്കുന്നത് വധൂവരന്മാരെന്ന് തന്നെയാണ്. ഉറപ്പിന് വേണ്ടി വന്നപ്പോൾ ചില ദിവസങ്ങളിലെ ഗ്യാപ്പുണ്ട്. നിയുക്ത വധൂവരന്മാർ, അവര് നിയുക്ത, appointed or proposed. They have not yet taken the charge. They are not yet installed in their office. സമയമുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷവും ചില ദിവസങ്ങളിൽ ഇടവേള ഉണ്ടായിരുന്നു. ആ ഇടവേളയിൽ മുഖ്യമന്ത്രിയായി നിയമിക്കപ്പെട്ടയാള് തൻ്റെ സ്ഥാനം ഏറ്റെടുക്കാഞ്ഞതുകൊണ്ട്, ഉത്തരവാദിത്വം ഏറ്റെടുക്കാഞ്ഞതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ച് നോക്കി കാത്തിരിക്കുകയായിരുന്നു. എന്തിനാ? അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രിമാരും ഓത്ത് ചെയ്ത്, സത്യപ്രതിജ്ഞ ചെയ്ത് അവരവരുടെ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന ദിവസത്തിന് വേണ്ടി. ഇതുപോലെ സകല സൃഷ്ടികളും ഇങ്ങനെ നോക്കിയിരിക്കുക. എന്തിനു വേണ്ടിയാ? ഫോർ റിവീലിംഗ് ഓഫ് our sonship. What is our sonship? ഇവിടെ പറയുന്ന പുത്രത്വം എന്താ? നമ്മുടെ പുത്രത്വം, Believers who have the right of inheritance of all that God gives. Okay, not wrong, but not right. That is not wrong, of course. That definition is very apt in general sense, but now we are specifically dealing with something else from a specific passage in Romans 8:19 following. ദൈവപുത്രന്മാരുടെ തേജസ്കരണത്തിന് വേണ്ടി. Praise God. 23-ാമത്തെ വാക്യം വായിച്ചാട്ടെ, verse 23. The creation, but we ourselves who have the first fruits of the Spirit groan inwardly as we wait eagerly for adoption as sons, the redemption of our bodies.
Praise God. This is the sonship mentioned in verse 19 of Romans 8. റോമർ 8:19 പറഞ്ഞിരിക്കുന്ന പുത്രത്വം ആരുടെ പുത്രത്വമാ? ദൈവപുത്രന്മാരുടെ പുത്രത്വം. നമ്മുടെ. എന്താ അതിന്റെ അർത്ഥം? 23-ാം വാക്യം പറയുന്നു. മലയാളം കൂടെ വായിക്കുന്നെങ്കിൽ വായിച്ചാട്ടെ. ആദ്യദാനം ലഭിച്ചിരിക്കുന്ന ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പുമായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. സ്തോത്രം. Our sonship means the redemption of our body. That is the glorification of our body. ഇവിടെ നമ്മൾ കാണുന്ന പുത്രത്വം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്ന് വെച്ചാൽ ആത്മാവെന്ന ആദ്യദാനം പ്രാപിച്ചവരാണ് നാം. പക്ഷെ ഇനിയും ചിലത് ലഭിക്കാൻ ബാക്കിയുണ്ട്. നമുക്ക് ലഭിക്കുവാൻ ബാക്കിയുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. അതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തേജസ്കരണം. സ്തോത്രം. റോമർ 8-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യാടിസ്ഥാനത്തിൽ സകല സൃഷ്ടികളും ദൈവപുത്രന്മാർ പുത്രത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. We are proposed sons of God. നമ്മൾ നിയുക്ത ദൈവപുത്രന്മാരാണ്. ദൈവപുത്രത്വത്തിന്റെ പല അവസ്ഥകളുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്ന ഭാഗം മാത്രമേ ഇതെടുക്കാവൂ. അല്ലാതെ ഇതുവരെ നമ്മൾ പുത്രന്മാരായില്ല എന്നല്ല. നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ കഴിയുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നൽകി. നമ്മൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ച യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട അതേ നിമിഷത്തിൽ തന്നെ നമുക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകി. അതെല്ലാം നടന്ന കാര്യങ്ങളാണ്. നാം ദൈവമക്കളാണ്. യോഹന്നാൻ പറയുന്നു 1 യോഹന്നാൻ 3 നാം ഇപ്പോൾ ദൈവമക്കളാണ്. എന്നാൽ ഈ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നിയുക്ത ദൈവപുത്രന്മാരാണ്. നമ്മൾ നിയുക്ത ദൈവപുത്രന്മാരാണ്. അവിടെ പറയുന്ന പുത്രത്വം എന്താണ്? റോമർ 8:23 നമ്മൾ വായിച്ചു, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. സ്തോത്രം. ദ റിഡംഷൻ ഓഫ് അവർ ബോഡി. കാരണം ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചും സുവിശേഷത്തിന്റെ ശക്തി അനുഭവിച്ചും ദൈവമക്കളായുമൊക്കെ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ബലഹീനമാണ്. നമ്മുടെ ശരീരം വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ലാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ്, ഫാൻ, AC ഒക്കെ ഓൺ ചെയ്തിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ സ്പെക്സ്, കണ്ണാടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ
സാധിച്ചിട്ടില്ല. ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം നാം പ്രാപിക്കുവാൻ ബാക്കിയാണ്. അതിനെ റോമാലേഖനം 8:28 വാക്യാടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടത് നമ്മുടെ നന്മ എന്നാണ്. നന്മ, ഗുഡ് ഓഫ് ഗോഡ്സ് പീപ്പിൾ. അതിനെ റോമർ 8:29 വാക്യാടിസ്ഥാനത്തിൽ കണ്ടത് കൺഫോമിങ് ടു ദ ഇമേജ് ഓഫ് ദ സൺ ഓഫ് ഗാഡ്. ദൈവപുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്ന്. റോമർ 8:30 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 8:30 അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ കണ്ടു. നമ്മുടെ തേജസ്കരണമാണ് അത്. അപ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും ആത്യന്തികമായി ആഗ്രഹിച്ചത് നമ്മൾ ഈ പുത്രത്വം പ്രാപിക്കണം എന്നാണ്. ആ പുത്രത്വത്തിന്റെ പൂർണ്ണത നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഡോക്ടർ സാജു മുമ്പേ പറഞ്ഞ നിർവചനം നല്ല കാര്യമാണ്. ദൈവത്തിനുള്ളതിലെല്ലാം നമുക്ക് എന്ത് ലഭിക്കുന്നു? അവകാശം, ഇൻഹെറിറ്റൻസ്. അതിൽ ഒരു പ്രധാന ഘടകമാണ് the glory God is having. ദൈവത്തിനുള്ള മഹത്വത്തിലും കൂടെ നമുക്ക് പങ്കാളിത്വം ലഭിക്കുക. റോമാലേഖനം 8 16-17 വാക്യങ്ങളിൽ കാണുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. നാം ഇപ്പോൾ ദൈവമക്കളാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ആ കാര്യത്തിൽ സാക്ഷ്യം പറയുന്നു. നാം അങ്ങനെ ദൈവമക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ അവകാശികളാണ്, ക്രിസ്തുവിനോട് കൂട്ടവകാശികളുമാണ്. എന്നിട്ട് പൗലോസ് അവിടെ പറയുന്നു 17 വാക്യത്തിൽ, എന്താ നമ്മുടെ അവകാശം? വാട്ട് ഈസ് അവർ ഇൻഹെറിറ്റൻസ്? Provided we suffer with him in order that we may also be glorified with him. Praise God. Provided two things. We are co-heirs with Christ. One, as we know, sufferings of Christ on earth, but also the majesty, the glory yet to be revealed. യേശുക്രിസ്തുവിനോട് നമുക്കുള്ള കൂട്ടവകാശം ഭൂമിയിൽ കഷ്ടാനുഭവങ്ങളിലാണ്. എന്നാൽ നിത്യതയിൽ നമ്മുടെ കൂട്ടവകാശം തേജസ്. ഇതാണ് ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടിയുള്ള ആത്യന്തിക പദ്ധതി. പക്ഷെ ഇന്നത്തെ നല്ല ശതമാനം പ്രസംഗകരും പാട്ടുകാരും പ്രവാചകന്മാരും ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ടുപോകുന്നവരാ. ഈ റോമൻസ് 8:28 തന്നെ അങ്ങ് മിസ്ഇന്റർപ്രറ്റ് ചെയ്യുമല്ലയോ? അതെ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ആ നന്മ എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളുടെ പ്രാപ്തിയെക്കുറിച്ചാണ് പറയുന്നത്. പറയുന്നതിൽ വിരോധിക്കുന്നില്ല, തെറ്റെന്ന് പറയുന്നില്ല. പക്ഷേ ശരിയായ അർത്ഥം പറയാതെ തെറ്റു മാത്രം പറയുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഒരാൾ പ്രസംഗിക്കുമ്പോൾ പ്രസംഗം കേൾക്കുന്ന ജനത്തിന് ആശ്വാസം ഉണ്ടാകണം. They should be comforted.
ഇമോഷണൽ ക്യൂറിങ്, വൈകാരികമായ ഒരു സൗഖ്യം ഒക്കെ സംഭവിക്കണം പ്രസംഗം കേൾക്കുന്നവർക്ക്, പാട്ട് കേൾക്കുന്നവർക്കൊക്കെ. പക്ഷെ അത് വ്യാജമായ സന്ദേശത്തിലൂടെ ആകരുതെന്ന് മാത്രം. സ്തോത്രം. ഒരാളിൻ്റെ വിവാഹ ജീവിതം പൊളിഞ്ഞുപോയി, വിവാഹമോചനത്തിലേക്ക് എത്തി. അപ്പോഴും ചെന്ന് അവരെയും നമ്മൾ ആശ്വസിപ്പിക്കുന്നത് നന്മയ്ക്കായിട്ടാണെന്ന്. എന്ത് നന്മ? ഓ, ഇപ്പോഴത്തെ ഭാര്യയേക്കാൾ നല്ലൊരു ഭാര്യയെ കിട്ടാൻ പോകുന്നു എന്നാണോ ഈ പറഞ്ഞ് പിടിപ്പിക്കുന്നത്? ഒരു വിദേശ രാജ്യത്തേക്ക് പോകാൻ ഒരാൾ ശ്രമം നടത്തി, ഒരുപക്ഷെ പണം ചിലവഴിച്ചു, നടന്നില്ല, കുറച്ച് പണവും ചിലപ്പോൾ നഷ്ടമായി. അപ്പോഴും നമ്മൾ പറയും, നമ്മൾ ആ പറയുന്നതിൻ്റെ അർത്ഥവും ഇതിനേക്കാൾ കൂടിയ ശമ്പളത്തിൽ ഇതിനേക്കാൾ നല്ല രാജ്യത്തേക്ക് നിനക്കൊരു യാത്രയുണ്ട് മോനെ മോളെ എന്ന അർത്ഥത്തിലാണ്. കേൾക്കുന്നവർക്ക് അന്നേരം ഒരുപക്ഷെ ഒരു ആശ്വാസം തോന്നാം. പക്ഷേ അതല്ല ഈ നന്മയുടെ അർത്ഥം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇങ്ങനെയുള്ള ഭൗതിക വസ്തുക്കൾ തരാനായിട്ടല്ല ദൈവപുത്രനായ യേശു സ്വർഗത്തേക്കാൾ ഉന്നതനായിരുന്നവൻ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരുന്നവൻ, ദൂതന്മാരെക്കാൾ താണവനായി ഭൂമിയിലേക്ക് വന്നത്. സ്തോത്രം. നമുക്ക് ഭൗതികമായ യാതൊന്നും നൽകുന്നതിന് വേണ്ടി അല്ല യേശുക്രിസ്തു ക്രൂശിൽ കഷ്ടമനുഭവിച്ചത്. സ്തോത്രം. അതൊന്നും നമുക്ക് തരാൻ യേശുവിന് ഈ വില കൊടുക്കേണ്ടിയിരുന്നതേ ഇല്ല. ഇത് പറയാതിരിക്കുന്നതാണ് പാപം. കേൾവിക്കാരെ ഒന്ന് ആശ്വസിപ്പിച്ചോ, കുഴപ്പമില്ല. വ്യാജ വാഗ്ദാനങ്ങളല്ല. സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, കണ്ണുനീര് കാണും, ഒക്കെ ശരിയാ. സ്തോത്രം. ഇതാണ് യേശുക്രിസ്തു ക്രൂശിൽ കഷ്ടമനുഭവിച്ച് നമുക്ക് വേണ്ടി നേടിയെടുത്തത്. ഈ നന്മയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ സംഭവ പരമ്പരകളിലൂടെ ദൈവം പ്രപഞ്ചത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളിലൂടെ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലൂടെയൊക്കെ ദൈവം ആഗ്രഹിച്ചത്, സ്തോത്രം, നാം എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജോ രൂപത്തോട് അനുരൂപപ്പെടണമെന്നാണ്. പ്രൈസ് ഗോഡ്. അതിനുവേണ്ടിയാണ് ദൈവം സകലവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, സകലവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ആകയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇന്ന് രാത്രി സമർപ്പിക്കാം ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടിയുള്ള അൾട്ടിമേറ്റ് പർപ്പസ്, ആത്യന്തികമായ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നമ്മെ തന്നെ നമുക്ക് വിധേയപ്പെടുത്താം. നാം തേജസ് പ്രാപിക്കുവാൻ, നാം ദൈവത്തിൻ്റെ പുത്രത്വം പ്രാപിപ്പാൻ പ്രപ്പോസ്ഡാണ്. നാം നിയുക്തന്മാരാണ്. സകല സൃഷ്ടികളും പോലും അതിനുവേണ്ടി ഈറ്റുനോവോടെ, ലേബർ പെയിനോടെ കാത്തിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ തേജസ് പ്രാപിക്കുവാൻ സൃഷ്ടികൾക്കുള്ളതിനേക്കാൾ എത്രയോ ഞരക്കം നമ്മുടെ അകത്തും വേണം. വേറെ ഒന്നിനും വേണ്ടിയല്ല ഞരക്കം.
പൗലോസ് പറഞ്ഞതുപോലെ ആത്മാവെന്ന ആദ്യദാനം പ്രാപിച്ചിരിക്കുന്ന നാമും നമ്മുടെ പുത്രത്വത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിൻ്റെ വെളിപ്പാടിനായി, പ്രാപ്തിക്കായി ഈറ്റുനോവോടെ കഴിയുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവിലാണ് നാം ആ തേജസ് പ്രാപിക്കുക. ആ കർത്താവിൻ്റെ വരവിനായി നമുക്കേറെ ആർത്തിയോടെ കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.